ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് ഇരുവശങ്ങളിലുമുള്ള കരിവീരന്മാരുടെ പുറത്ത് ഏതാണ്ട് ആകാശ നീലിമയുടെ നിറത്തിലുള്ള വർണ്ണക്കുടകൾ ഉയർന്നു നിൽക്കുന്നു. അങ്ങനെ ഓരോ ചുവട് മുൻപോട്ട് വെക്കുമ്പോഴും ഈ കുടമാറ്റം എന്ന് പറയുന്ന ചടങ്ങ് കാണാനായി അടക്കാനാവാത്ത അഭിമാനിച്ചോടുകൂടി നിൽക്കുന്ന ഈ ഭക്തജന സാഗരത്തിന്റെ ആവേശ തിരകൾക്ക് ഒരു ചെറിയ ആശ്വാസം എന്ന വണ്ണം ചെറിയ രീതിയിൽ കുടമാറ്റം നടത്തിക്കൊണ്ടാണ് പാറമേക്കാവ് വിഭാഗം താഴേക്ക് എഴുന്നള്ളിയെത്തുന്നത്. പുറകിലായി ഒരുപാട് മുത്തുക്കുടകൾ കൊണ്ടുവരുന്ന രംഗം നമുക്ക് കാണാം. അത് ഇതിനോടകം ഉയർത്തി കഴിഞ്ഞവയുണ്ട്, ഇനിയും ഉയർത്താനുള്ളവയുണ്ട്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളി ഇറക്കം ഉടനെ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ആനയുടെയും പുറത്ത് ഉയർത്തുന്നതിനായി സാധാരണ ക്ഷേത്രോത്സവങ്ങളിൽ കാണുന്ന അലിക്കിട്ട മുത്തുക്കുടകൾക്ക് പകരമായി ധാരാളം രൂപങ്ങളും ദേവതാ ബിംബങ്ങളും ഒക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. സമയം ഏതാണ്ട് 5 മണി കഴിഞ്ഞിരിക്കുന്നു. 5:15 പൂർവ്വനിശ്ചയപ്രകാരം തിരുവമ്പാടി ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളി എത്തേണ്ടത്. വലിയ പുരുഷാരത്തിന് ഇടയിൽ നടക്കുന്ന ഒരു പൂരമാകുമ്പോൾ സമയക്രമത്തിൽ അല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിലും ഇതുവരെയും നടന്ന ചടങ്ങുകളെല്ലാം ഏറെക്കുറെ കൃത്യമായി തന്നെയാണ് നടന്നത്. അതിൽ ഈ ഇരുവിഭാഗം ദേവസ്വം ഭാരവാഹികളെയും ഇതിൻ്റെ സംഘാടക സമിതിയെയും ഒക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്നേഹമസൃണമായ പെരുമാറ്റത്തോടുകൂടി കാർക്കശ്യ സ്വഭാവം ഒന്നും കാട്ടാതെ ഈ പൂരം ഗംഭീരമാക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ നൂറുകണക്കിന് ഉന്നത തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അവർ വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരുവിധമായ അലോസരവും ഈ പൂരപ്പറമ്പിൽ ഭക്തജന ലക്ഷങ്ങൾ തിങ്ങിക്കൂടുന്ന പൂരപ്പറമ്പായിട്ട് കൂടി യാതൊരു അലോസരങ്ങളും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് സന്ധ്യയാകുന്ന ഈ സമയത്ത് ആ സായാഹ്നത്തിൻ്റെ ആ പ്രത്യേകമായ ഒരു ഭംഗി ആ നെറ്റിപ്പട്ടത്തിലേക്ക് പതിക്കുമ്പോൾ ആ എഴുന്നള്ളി ഇറങ്ങുന്ന ദൃശ്യത്തിൻ്റെ ചാരുത 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. അമ്മ മഹാമായ എഴുന്നള്ളി ഇറങ്ങുകയാണ്. സാക്ഷാൽ ഭഗവതി, ആ ഭഗവതി എഴുന്നള്ളി ഇറങ്ങി നിൽക്കുന്ന ഈ ദൃശ്യം, അതിസന്തോഷദായകമായ ഈ ദൃശ്യത്തിന് തുടർ വിവരണം ശ്രീ രമേശ് ലമൺ നൽകും. രാജേഷ് പുതുമന. തൃശ്ശൂർ പൂരത്തിൻ്റെ ശോഭയാർന്ന മുഹൂർത്തങ്ങൾ സമ്മാനിക്കുവാനായി പാറമേക്കാവിൻ്റെ ഗജവീരന്മാർ ഇതാ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. നീല ചായം ചാർത്തിയ മുത്തുകുടകൾ അണിഞ്ഞ് മധ്യഭാഗത്ത് തിടമ്പേറ്റുന്ന ആനയുടെ പിറകിൽ ചുവന്ന കുടയും അണിഞ്ഞ് ഇതാ അഭൂതപൂർവമായ തിരക്കിന് നടുവിൽ ചെവികളാട്ടിക്കൊണ്ട് ഗജവീരന്മാർ അണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാറമേക്കാവിൻ്റെ തിടമ്പേറ്റുന്നത് ശിവസുന്ദരനും അർജുനനുമാണ് ഇരുവിഭാഗങ്ങളുടെയും തിടമ്പേറ്റുന്നത്. ഇന്നലെ അറിയാൻ കഴിഞ്ഞത് ശിവസുന്ദരനും അർജുനനും പ്രത്യേകമായ രീതിയിലുള്ള സുഖദമായ പെരുമാറ്റങ്ങളാണ് ആനപ്രേമികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഈ ശിവസുന്ദരനും അർജുനനും ഈ 2 ദിവസങ്ങളായി 2 മണിക്കൂർ കൂടുമ്പോൾ കുളിക്കുകയായിരുന്നു അത്രേ. ഈ ചൂടിൽ നിന്ന് മോചനം കിട്ടുവാനായി ഈ ഗജവീരന്മാർ ഇടയ്ക്കിടയ്ക്ക് തണുപ്പാർന്ന വെള്ളത്തിൽ കുളിക്കുകയും ശരീരത്തിനുള്ളിലേക്ക് തണുപ്പ് കിട്ടുവാൻ വേണ്ടി ചാക്കുകണക്കിന് വെള്ളരിക്കയാളാണത്രേ ഈ ആനകൾക്ക് കൊടുത്തത്. ഗജശാസ്ത്രത്തിൽ വിവരിക്കുന്ന രസകരമായ ഇത്തരം പല കാര്യങ്ങളും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പാപ്പാന്മാർ ഈ ഗജകേസരികളെ നല്ലവണ്ണം അണിയിച്ചൊരു